ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ജോസഫിൻ്റെ സ്വപ്നം. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ യോസഫിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ യോസഫ് ഒരു സ്വപ്നം കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ യോസഫ് 2 സ്വപ്നങ്ങൾ കണ്ടു. ഒന്ന്, വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു, തൻ്റെ സഹോദരന്മാരുടെ കറ്റ തന്നെ വീണ് നമസ്കരിക്കുന്നു, തൻ്റെ കറ്റയെ വീണ് നമസ്കരിക്കുന്നു. മറ്റൊരു സ്വപ്നം കണ്ടത് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ വീണ് നമസ്കരിക്കുന്നു. ഈ 2 സ്വപ്നങ്ങൾ കണ്ടത് 17-ാമത്തെ വയസ്സിലാണ്. സ്വപ്നങ്ങളും അതിൻ്റെ നിവൃത്തീകരണവും തമ്മിൽ ചിലപ്പോൾ സമയബന്ധിതമാകുന്ന ചില പദ്ധതികൾ കാണുവാനുള്ള സാധ്യതയുണ്ട്. സ്വപ്നം കണ്ടതിൻ്റെ അടുത്ത ദിവസം തന്നെ അത് നിവർത്തീകരിക്കപ്പെടണമെന്നില്ല. ആ സ്വപ്നങ്ങളുടെ നിവർത്തീകരണത്തിന് സമയമെടുക്കും. യോസഫിൻ്റെ സ്വപ്ന നിവർത്തീകരണത്തിന് 13 വർഷങ്ങളെടുത്തു എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഈ സ്വപ്നം കാണുന്ന സമയത്ത് യോസഫിന് 17 വയസ്സുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുമായുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമായുള്ള ബന്ധത്തിൽ അവരുടെ പ്രായം പരാമർശിക്കുക എന്ന് പറയുന്നവരുടെ മരണസമയത്ത് അവരുടെ മൊത്തത്തിലുള്ള പ്രായത്തെക്കുറിച്ച് ഒരു പൊതു പരാമർശം മാത്രമാണ് നമുക്ക് സാധാരണ വായിക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ വളരെ അത്ഭുതകരം, ഈ യോസഫിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കണ്ട ആ സമയത്തെ പ്രായം 17 വയസ്സെന്ന് 37-ാമത്തെ അധ്യായം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസഫിന് 17 വയസ്സായപ്പോൾ 17-ാമത്തെ വയസ്സിലാണ്. ഇനി ഇതിൻ്റെ നിവർത്തീകരണം നടന്നത് എന്നാണ് എന്ന് 41-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 41-ാമത്തെ അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ യോസഫ് മിസ്രൈൻ രാജാവായ ഫറവോൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. ഇങ്ങനെയൊരു പരാമർശം സാധാരണഗതിയിൽ ഇതേപോലെയുള്ള പ്രധാന വ്യക്തിത്വങ്ങളെക്കുറിച്ച്, അവരുടെ പ്രായത്തെക്കുറിച്ച്, ഇതേപോലെയുള്ള സംഭവങ്ങളുമായുള്ള ബന്ധത്തിൽ അതെന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് അവരുടെ പ്രായം സാധാരണ മറ്റ് വ്യക്തിത്വങ്ങളുമായുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ യോസഫുമായുള്ള ബന്ധത്തിൽ അത് പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 17-ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടു. 41-ാമത്തെ അധ്യായം 46-ാമത്തെ വാക്യത്തിൽ സ്വപ്ന നിവർത്തീകരണം എന്നാണ് നടന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 30-ാമത്തെ വയസ്സിലാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എത്ര വർഷം? 13 വർഷം. 13 വർഷക്കാലം ഈ സ്വപ്ന നിവർത്തീകരണം വൈകിപ്പോയി. ഈ വൈകിപ്പിക്കലുകളെക്കുറിച്ച് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. ഡിലേയ്സ്, ദൈവവേദങ്ങൾക്ക് ഡിലേയ്സ് ഉണ്ടാകരുത് എന്ന്. പിശാച് വൈകിപ്പിക്കലുകൾ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ അതിജീവിക്കണം. ആ ഡിലേയ്സ് ഒരിക്കലും അംഗീകരിക്കരുത്. പകരം ദൈവത്താൽ വരുന്ന ഡിലേയ്സ് ഉണ്ട്. ആ ഡിലേയ്സ് വരുമ്പോൾ അത് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കുന്നവർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും. എവിടെ നിന്നാണ് ഈ വൈകിപ്പിക്കൽ വന്നിരിക്കുന്നത്, ഈ ഡിലേ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ് ആ ഡിലേ വന്നിരിക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സമീപനമാണ് വെയിറ്റിംഗ് എന്ന് പറയുന്നത്. കാത്തിരിക്കുവാൻ തയ്യാറാകണം. അബ്രഹാമിന് വാഗ്ദാനം ലഭിച്ചത് 75-ാമത്തെ വയസ്സിലല്ലേ? 75-ാമത്തെ വയസ്സിൽ ഒരു സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദാനം ലഭിച്ചു. എന്നാൽ അതിൻ്റെ നിവർത്തീകരണം സംഭവിച്ചത് 25 വർഷങ്ങൾക്ക് ശേഷം 100-ാമത്തെ വയസ്സിലാണ്. ആ ഡിലേയുടെ പിന്നിൽ കർത്താവിൻ്റെ കരമുണ്ടായിരുന്നു. കാരണം ആ വൈകിപ്പിക്കൽ എന്ന് പറയുന്നത് ദൈവത്താലുള്ള ഡിലേയ്സ് സംഭവിക്കുമ്പോൾ ഡിലേ പ്യൂരിഫൈസ്, നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ആ വൈകിപ്പിക്കലിനെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും. ഡിലേ ഡിസ്ട്രോയ്സ് പ്രൈഡ്, നമ്മിലുള്ള നിഗളത്തെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ദൈവം ആ വൈകിപ്പിക്കലിനെ ഉപയോഗിക്കും.
അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതിൻ്റെ നടുവിൽ സംഭവിക്കാം. വൈകിപ്പിക്കലിൻ്റെ സമയത്ത്, ആ ഡിലേ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് നമുക്ക് വിസ്ഡം റിസീവ് ചെയ്യുവാൻ കഴിയും. അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിലേ കൊണ്ടുവന്നിരിക്കുന്നുവെങ്കിൽ ആ ഡിലേയെ തകർക്കുവാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അത് മാറിപ്പോകുകയില്ല. പിശാച് കൊണ്ടുവന്നിരിക്കുന്ന ഡിലേ ആണെന്നുണ്ടെങ്കിൽ അതിനെ തകർക്കണം. അടുത്ത നിമിഷം തന്നെ യേശുവിൻ നാമത്തിൽ അതിനെ തകർത്ത് നിങ്ങൾ സ്പീഡ് സ്വീകരിക്കേണ്ടവരാകുന്നു, വേഗത സ്വീകരിക്കേണ്ടവരാകുന്നു. വേഗത്തിൽ പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ദൈവത്താൽ സംഭവിക്കുന്ന ഒരു ഡിലേ ആണ് വന്നിരിക്കുന്നത് എങ്കിൽ, ഒരു വൈകിപ്പിക്കലാണ് വന്നിരിക്കുന്നത് എങ്കിൽ, അതുകൊണ്ട് നല്ല ഫലങ്ങളാണ് വരുവാൻ പോകുന്നത്. നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ ഉള്ളിലുള്ള നിഗളം അപ്രത്യക്ഷമാകും, ആ പ്രൈഡ് അപ്രത്യക്ഷമാകും. ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മൾ പഠിക്കും, കാത്തിരിക്കുവാൻ നമ്മൾ പഠിക്കും. കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കാതെ വരുന്നത് കൊണ്ട് നമ്മൾ പരാതിക്കാരായി തീരുകയില്ല, ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരും. നിരന്തരം ഒന്നും നടക്കാതിരിക്കുന്നതിന് നടുവിൽ ദൈവത്തെ സ്തുതിക്കുന്നവരായി നമ്മൾ തീരും. അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അതിൻ്റെ നടുവിൽ സംഭവിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ 25 വർഷം കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. മോശയുടെ ജീവിതത്തിൽ 40 വർഷം കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. അത് ദൈവം അനുവദിച്ച ഒരു ഡിലേ ആണ്. ആ 40 വർഷത്തെ ഒരു ഒരുക്കം മോശയ്ക്ക് ആവശ്യമായിരുന്നു. 40 വർഷം മോശയ്ക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു 30 വർഷങ്ങൾക്ക് ശേഷമല്ലേ അവിടുന്ന് ഈ ഭൂമിയിൽ ഭൂജാതനായതിനു ശേഷം 30 വർഷങ്ങൾക്ക് ശേഷം അല്ലേ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. പൗലോസിനും അതേപോലെ ദീർഘനാളുകൾ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. പൗലോസിൻ്റെ ശുശ്രൂഷ അക്ഷരാർത്ഥത്തിൽ ആഴത്തിൽ വെളിപ്പെടുന്നത് അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായം മുതലാണ്. വിളിക്കപ്പെട്ടുവെങ്കിലും വിളിയിൽ നിന്ന് പുറപ്പെടുന്ന നിയോഗങ്ങൾ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ്, അതിനുവേണ്ടി നിങ്ങൾ നിയമിക്കപ്പെടുമ്പോൾ, ആ വിളിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ നിയമിക്കപ്പെടുന്ന, അപ്പോയിൻറ്റഡ് ആകുന്ന ഒരു സമയമുണ്ട്. ഗാഡ് അപ്പോയിൻറ്റ് ചെയ്യുന്ന, ദൈവം അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ വിളിയും അപ്പോയിൻമെൻറ്റും തമ്മിലുള്ള ഇടയിലുള്ള ഒരു സമയപരിധി. പൗലോസിൻ്റെ ജീവിതത്തിൽ ചില വർഷങ്ങളെടുത്ത് അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിലാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. അതിനു മുന്നമേയും ശുശ്രൂഷിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതൊരു ഒരുക്ക നാളുകളാണ്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും, ഒരുപാട് ആഴമേറിയ അനുഭവങ്ങൾ പഠിക്കുവാൻ കഴിയും, ഒത്തിരി ജ്ഞാനം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാൻ കഴിയും, ദൈവത്തിൻ്റെ വിശുദ്ധത്തെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് യോസഫിലും സംഭവിച്ചത്. 17-ാമത്തെ വയസ്സിൽ യോസഫ് സ്വപ്നം കണ്ടു. അതിൻ്റെ നിവർത്തീകരണം സംഭവിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ് അതിൻ്റെ നിവർത്തീകരണം സംഭവിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള 13 വർഷമെന്ന് പറയുന്നത് ഘോരമാകുന്ന പ്രതികൂലങ്ങളിലൂടെയാകുന്നു, ട്രയൽസിലൂടെയാകുന്നു, ഘോരമാകുന്ന, വളരെ ക്രൂരമാകുന്നത് എന്ന് വേണമെങ്കിലും പറയാൻ കഴിയും. അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെയാകുന്നു യോസഫ് കടന്നുപോയത്. അതിൻ്റെ ആരംഭത്തിൽ തന്നെ യോസഫ് നേരിട്ടൊരു കാര്യമാണ് പകയെന്ന് പറയുന്നത്. ഈ സ്വപ്നം തൻ്റെ സഹോദരന്മാരോട് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ അവർ യോസഫിനെ ഹെയ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏതാണ്ട് ഒരു 10 പ്രതിസന്ധികളെക്കുറിച്ചെങ്കിലും നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഒന്നാമതായിട്ട്, മറ്റുള്ളവർ യോസഫിനെ പകയ്ക്കുവാൻ തുടങ്ങി. നിങ്ങളൊരു സ്വപ്നം കണ്ട വ്യക്തിയാകുന്നുവെങ്കിൽ ആ സ്വപ്നത്തിൻ്റെ നിവർത്തീകരണത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും അനുകൂലമായി നടക്കണമെന്നില്ല. നല്ല സൗകര്യപ്രദമാകുന്ന ഒരു പാതയിലൂടെ കർത്താവ് നിങ്ങളെ നടത്തണമെന്നില്ല. അവിടെ ട്രയൽസ് വരും. നിങ്ങൾ ആ കടന്നു പോകുന്ന ആ പാതയിൽ ഒത്തിരി പരീക്ഷണങ്ങളും ഒത്തിരി പ്രതികൂലങ്ങളും വരും. ആ സമയത്തെല്ലാം കർത്താവിൽ തന്നെ ആശ്രയിച്ച് നിൽക്കുവാൻ വേണ്ടിയുള്ള പരിശീലനം സ്വീകരിക്കണം. ഇവിടെ സഹോദരന്മാർ പകച്ചു എന്നതുകൊണ്ട് സഹോദരന്മാരെ യോസഫ് പകച്ചു? ഇല്ല, യോസഫ് പകച്ചില്ല. വീണ്ടും അവരെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഈ യോസഫ് അപ്പനാൽ അയക്കപ്പെട്ടത്. അങ്ങനെയാണ് സഹോദരന്മാരുടെ അരികിലേക്ക് പോകുന്നത്. സ്വപ്നം കണ്ടു, സ്വപ്നം വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ സഹോദരന്മാരെല്ലാം പകച്ചതിൻ്റെ പേരിൽ യോസഫ് അവരെ പകയ്ക്കുന്നില്ല. പകരം അവരോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ
തനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു. ഒന്ന്, യോസഫ് മറ്റുള്ളവരാൽ പകയ്ക്കപ്പെടുകയുണ്ടായി. രണ്ടാമതായിട്ട് യോസഫ് കൊള്ളയടിക്കപ്പെട്ടു. യോസഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ 17-ാം വയസ്സിൽ അവന് ലഭിച്ച ഏറ്റവും വലിയൊരു സമ്പത്തെന്ന് പറയുന്നത് അപ്പൻ കൊടുത്ത നിലയങ്കിയാണ്. അത് മനോഹരമാകുന്നൊരു നിലയങ്കിയായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും. വളരെ മനോഹരമായിട്ടുള്ള നിലയിൽ അപ്പൻ ഒരുക്കിക്കൊടുത്ത, തുന്നിക്കൊടുത്ത, അതിനുവേണ്ടി ആളുകളെ നിയോഗിച്ച് തുന്നിക്കൊടുത്ത ആ മനോഹരമാകുന്ന നിലയങ്കി എന്ന് നമുക്ക് വിശ്വസിക്കാം. അവന് സഹോദരന്മാരാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ നിലയങ്കി നഷ്ടപ്പെടുകയാണ്. അവൻ കൊള്ളയടിക്കപ്പെട്ടു. തനിക്കുള്ളത് നഷ്ടപ്പെടുകയാണ്. താൻ കൊള്ളയടിക്കപ്പെടുകയാണ്. ജീവിതത്തിൽ പല നന്മകൾ, പല അനുഗ്രഹങ്ങൾ, ചിലപ്പോൾ ഈ യാത്രയിൽ, നിങ്ങളുടെ സ്വപ്ന നിവർത്തീകരണത്തിലേക്കുള്ള യാത്രയിൽ പലതും നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ട സാഹചര്യം വരും. നിങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നത് പോലെയുള്ള സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും. ആ സമയത്തും ഒരിക്കലും കർത്താവിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടു പോകരുത്. സാന്നിധ്യത്തിൽ തന്നെ ജീവിക്കുവാൻ പരിശീലിക്കുക. യോസഫ് കൊള്ളയടിക്കപ്പെടുകയുണ്ടായി. അതിനുശേഷമായിട്ട് യോസഫ് ഭീഷണിയെ നേരിടുകയാണ്. സ്വന്തം സഹോദരന്മാർ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, തന്നെ കൊല്ലുവാൻ പോകുന്നു എന്ന്. തന്നെ കൊല്ലുവാൻ പോകുന്നു, പകച്ചു, തന്നെ കൊള്ളയടിച്ചു. അതിനുശേഷം സഹോദരന്മാർ ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവർ കൊല്ലുവാൻ തന്നെ തീരുമാനിച്ചു. കൊല്ലാൻ വേണ്ടിയാണ് അവനെ കണ്ട സമയത്ത് തന്നെ കൊല്ലുവാൻ വേണ്ടിയാണ് അവർ തീരുമാനിച്ചത്. എന്നാൽ അവിടെ യഹൂദയുടെ ഇടപെടൽ കൊണ്ടാണ് യോസഫ് അത്ഭുതകരമായിട്ട് വധിക്കപ്പെടാതെ രക്ഷപ്പെടുകയുണ്ടായത്. അപ്പോൾ താൻ ഒരു ഭീഷണിയെ നേരിടുകയാണ്. നിങ്ങളുടെ സ്വപ്ന നിവർത്തീകരണത്തിലേക്കുള്ള യാത്രയിൽ ചിലപ്പോൾ പലവിധമാകുന്ന ഭീഷണികളെ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ഒരിക്കലും നിങ്ങളുടെ സ്വപ്നം നിവർത്തീകരിക്കപ്പെടുകയില്ല എന്നുള്ള സാഹചര്യങ്ങൾ വരുമാറ് ഭീഷണികൾ, പല വശങ്ങളിൽ നിന്ന് ഭീഷണികൾ നേരിടേണ്ട സാഹചര്യമുണ്ടാകും. എന്നാൽ ആ ഭീഷണിയുടെ സമയത്തും മറ്റുള്ളവരോട് ഹൃദയം കഴിച്ചു പോകാതെ, മറ്റുള്ളവരോട് അൺഫോർഗീവ്നെസ് വെച്ചുകൊണ്ടിരിക്കാതെ, ആരൊക്കെ നമ്മെ ഭീഷണിപ്പെടുത്തിയോ അവരോട് പകയോ കയ്പോ ഒന്നും വെച്ചുകൊണ്ടിരിക്കാതെ അവരെ ക്ഷമിക്കുവാനും അവരെ സ്വതന്ത്രരായി വിടുവാനും, നമ്മുടെ മനസ്സിൻ്റെ മണ്ഡലത്തിൽ നിന്ന് അവരെ സ്വതന്ത്രരായി വിടുവാനും തക്കവണ്ണമുള്ള മനസൗഖ്യം സ്വീകരിക്കണം. പലർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ വ്യക്തികളെ പകയ്ക്കുവാൻ തുടങ്ങും. അവർ കരുതും ഇത് ഈ പ്രിയപ്പെട്ടവരാലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഓരോ ടെസ്റ്റുകളാണ്. നിങ്ങൾ വിജയിയായി തീരുവാനുള്ള കെൽപ്പുണ്ടോ? നിങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള മനക്കരുത്തും സ്വഭാവവും സമാധാനവും അത്തരത്തിലുള്ള ഒരു ദൈവപ്രകൃതം നിങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള ചില പരിശോധനകളാണിത്, ചില ടെസ്റ്റുകളാണ്. ദൈവം അനുവദിച്ചിരിക്കുന്ന ചില ടെസ്റ്റുകളാണിത്. കാരണം എത്തിച്ചേരുവാൻ പോകുന്ന ഡെസ്റ്റിനി എന്ന് പറയുന്നത് സാധാരണമാകുന്നൊരു കാര്യമല്ല. ഒരു സാധാരണ മനുഷ്യന് തോളിലെടുക്കുവാൻ കഴിയുന്നൊരു ചുമതലയല്ല ദൈവം നിങ്ങളെ ഏൽപ്പിക്കുവാൻ പോകുന്നത്. അസാധാരണമാകുന്നൊരു ചുമതലയാണ് ദൈവം നിങ്ങളെ ഏൽപ്പിക്കുവാൻ പോകുന്നത്. ആ യാത്രയിലേക്ക് നിങ്ങൾ മുന്നേറുമ്പോൾ, ആ യാത്രയിൽ നിങ്ങൾ മുന്നേറുന്ന സന്ദർഭത്തിൽ അവിടെ ഈ ടെസ്റ്റുകൾ ഈ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കുക, അത് കൊണ്ടുവരുന്ന മനുഷ്യരല്ല അതിന് കാരണക്കാർ. ദൈവം അത് അനുവദിച്ചിരിക്കുകയാണ്. അവിടെ അവരോട് വിരോധമോ അൺഫോർഗീവ്നെസ്സോ പകയോ ഒന്നും വച്ചുകൊണ്ടിരിക്കാതെ അവരെ ക്ഷമിക്കുകയും അവരെ സ്വതന്ത്രരായി വിടുകയും ചെയ്ത്, ഇത് ഞാൻ ഒരുക്കപ്പെടുവാൻ വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്, എൻ്റെ സ്വഭാവത്തിനാണ് മാറ്റമുണ്ടാകേണ്ടത്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള വ്യക്തിയായി തീരണമെന്നുള്ള ആ സത്യം, ആ യാഥാർത്ഥ്യം സ്വീകരിച്ച് വിധേയപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. യോസഫിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയങ്ങളിലെല്ലാം യോസഫിലെ കർത്താവിൻ്റെ പ്രകൃതം വെളിപ്പെട്ടു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഈ വലിയ പ്രതികൂലങ്ങളുടെ നടുവിലെല്ലാം യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് യോസഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിൽ ഇടുന്നത്. പൊട്ടക്കിണറ്റിൽ കിടക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അന്നത്തെ വെള്ളമില്ലാത്ത പൊട്ടക്കിണറെന്ന് പറയുന്നത് മരുഭൂമിയിലുള്ള പൊട്ടക്കിണറാണ്. ആ കിണർ വലിയ ആഴമുള്ള കിണറെന്ന് നമുക്ക് ഊഹിക്കുവാൻ കഴിയും. മാത്രമല്ല ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുള്ള ഒരു പൊട്ടക്കിണറിന്, ആ പൊട്ടക്കിണറ്റിനകത്ത് വീഴ്ത്തപ്പെടുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു വലിയ തിരസ്കരണമാണ്. ഒരു മനുഷ്യന്, ആ 17 വയസ്സുകാരന് സഹിക്കാൻ കഴിയുന്ന തിരസ്കരണമാണോ?
വീട്ടിൽ ഈ മകൻ പൊന്നോമന പോലെ വളർത്തപ്പെട്ടവനാണ്. പ്രത്യേകിച്ച് അവൻ്റെ അമ്മയെ അവന് നഷ്ടപ്പെട്ടതുകൊണ്ട് വളരെ അപ്പൻ്റെ പ്രത്യേകമാകുന്ന പരിലാളനം ലഭിച്ച ഒരു മകനാണ് യോസഫ് എന്ന് പറയുന്നത്. താനും തൻ്റെ അനുജനും ബെഞ്ചമിനും ഇവർ രണ്ടുപേരും വളരെ പൊന്നോമനകളെ പോലെ വീട്ടിൽ വളർന്നവരാണ്. ആ മകൻ എല്ലാവരുടെയും സ്നേഹം സ്വീകരിച്ചു കൊണ്ടിരുന്ന ആ മകൻ ഇപ്പോൾ എല്ലാവരാലും തള്ളപ്പെട്ടവനായിട്ട്, തിരസ്കരിക്കപ്പെട്ടവനായിട്ട് പൊട്ടക്കിണറ്റിൻ്റെ ഉള്ളിൽ വീഴുക എന്ന് പറയുന്നത് അസഹനീയമാകുന്ന വ്യഥയും വേദനയുമല്ലേ കൊണ്ടുവരുന്നത്. പ്രിയമുള്ളവർ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡെസ്റ്റിനി വലുതാകുന്നുവെങ്കിൽ ഇതേപോലെയുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ഘോരമാകുന്ന സാഹചര്യമായിരിക്കും. ആരും തുണ കാണത്തില്ല. പൊട്ടക്കിണറ്റിൽ ആരെങ്കിലും തുണയുണ്ടോ? ആരും തുണയില്ല. ആരുടെയെങ്കിലും സ്നേഹം സ്വീകരിക്കുവാൻ കഴിയുമോ? ആരുടെയും സ്നേഹം സ്വീകരിക്കാൻ കഴിയത്തില്ല. ഇനി ഏറ്റവും വലിയ ഒരു സംഘർഷം എന്ന് പറയുന്നത്, അതിനകത്ത് വീണ് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഇനി ജീവിതത്തിലൊരിക്കലും ഞാൻ ഇതിനകത്തുനിന്ന് പുറത്തു വരികയില്ല. ഉറപ്പിക്കാൻ കഴിയും. അകത്ത് വീണ് കഴിഞ്ഞാൽ ഇനി എങ്ങനെ പുറത്തു വരും? ഇത് മരുഭൂമിയാണ്. ഇവർ ഈ ആട്ടിടയന്മാർ ഇവിടം വിട്ടുപോയി കഴിഞ്ഞാൽ ഇനി ഇവിടെ ഈ പ്രദേശങ്ങളിൽ മറ്റൊരു ആട്ടിടയ കൂട്ടം വന്ന് ആടുകളെ മേയ്ക്കാൻ വരുമോ എന്നുള്ളത് ഊഹിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുമെന്നുള്ള ചിന്ത ഹൃദയത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. നിങ്ങളായിരിക്കുന്ന ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഇനി പുറത്തു വരികയില്ല എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ തന്നെ കർത്താവ് നിങ്ങളിലേക്ക് പ്രതീക്ഷയെ അയക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവിടുത്തെ ഹോപ്പിനെ, അവിടുത്തെ പ്രതീക്ഷയെ, അവിടുത്തെ പ്രത്യാശയെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയക്കുന്നു. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ പൊട്ടക്കിണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. നിങ്ങൾ ഉറപ്പായിട്ടും പുറത്തു വരും. യോസഫ് പകയ്ക്കപ്പെടുകയുണ്ടായി, യോസഫ് കൊള്ളയടിക്കപ്പെടുകയുണ്ടായി, യോസഫ് ഭീഷണിയെ നേരിടുകയുണ്ടായി. മാത്രമല്ല യോസഫ് പൊട്ടക്കിണറ്റിൽ വീഴുകയുണ്ടായി. എന്നാൽ അവിടുന്ന് പുറത്തു വന്നതിന് ശേഷം ഒരു നല്ല കാര്യത്തിലേക്ക് അദ്ദേഹം പുരോഗതി പ്രാപിക്കുകയായിരുന്നില്ല. താൻ വിൽക്കപ്പെടുകയായിരുന്നു. തന്നെ അവർ വിറ്റുകളഞ്ഞു. ഇസ്മായേലിയർക്ക് അവർ വിറ്റുകളയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 2 പ്രാവശ്യം വിൽക്കപ്പെട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ഒന്ന്, ഈ സഹോദരന്മാർ യോസഫിനെ ഇസ്മായേലിയർക്ക് വിറ്റു. ഇനി ഇസ്മായേലിയർ അവർ ഈജിപ്തിൽ ചെന്നതിന് ശേഷം, മിസ്രൈമിൽ ചെന്നതിന് ശേഷം പൊത്തിഫേറിന് യോസഫിനെ വിറ്റുകളയുകയാണ്. അങ്ങനെ ഹി വാസ് സോൾഡ് ട്വൈസ്. 2 പ്രാവശ്യം യോസഫിനെ വിറ്റുകളയുകയുണ്ടായി. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, സ്വന്തം സഹോദരന്മാർ കാശു കൊടുത്ത്, അല്ലെങ്കിൽ സ്വന്തം സഹോദരന്മാരെ കാശു മേടിച്ച്, പൈസ മേടിച്ച് സ്വന്തം സഹോദരനെ വിൽക്കുന്നു. എന്തൊരു ഭീകരമാകുന്ന ഒരു രംഗമാണത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇസ്മായിൽ പോയിട്ട് 10 മടങ്ങ് ലാഭത്തിന് അവർ പൊത്തിഫേറിന് ഈ മകനെ വിൽക്കുകയാണ്. വളരെ കോമള രൂപനായിരുന്ന, വളരെ ഹാൻസമായിരുന്ന ഒരു യൗവനക്കാരനായിരുന്നു യോസഫ്. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വിൽക്കപ്പെടുകയാണ്. അപ്പോൾ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട യോസഫ് ഇതാ തൻ്റെ ജീവിതത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ അസഹനീയമാകുന്ന കാര്യങ്ങളെ നേരിടുകയാണ്. അതിൽ ഘോരമാകുന്ന മറ്റൊരു കാര്യത്തെ കൂടെ താൻ നേരിടുകയാണ്. താൻ വിൽക്കപ്പെടുകയാണ്. 2 സന്ദർഭങ്ങളിൽ താൻ വിൽക്കപ്പെടുകയാണ്. ഈ കച്ചവടക്കാർ ഈ യോസഫിനെ വിലയ്ക്ക് വാങ്ങിയതിന് ശേഷമായിട്ട് തങ്ങളുടെ കൂടെ അടിമയായിട്ട് കൊണ്ടുപോകുമ്പോൾ, അടിമയായിട്ടാണ് വിൽക്കപ്പെടുന്നത്. അടിമയായിട്ട് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് ഏറ്റവും സുഖ സൗകര്യങ്ങളൊന്നും കൊടുക്കുവാനുള്ള ഒരു സാധ്യതയുമില്ല. ജീവിച്ചിരിക്കാൻ വേണ്ടിയുള്ള വെള്ളവും ഭക്ഷണവും കൊടുക്കും, അത്രയേ ഉള്ളൂ. ചാകരുത്. അവിടെ ചെല്ലുമ്പോൾ നല്ല വിലയ്ക്ക് വിൽക്കുവാൻ തക്കവണ്ണം ജീവിച്ചിരിക്കണം. അത്തരത്തിൽ യാത്ര ചെയ്ത് രണ്ടാമത് വീണ്ടും വിൽക്കപ്പെടുകയാണ്. അങ്ങനെയാണ് പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വരുന്നത്. പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് എല്ലാ നിലയിലും അനുകൂലതയുണ്ടായത് ഒരു പ്രധാനപ്പെട്ട കാര്യം, പൊത്തിഫേർ നോക്കിക്കഴിഞ്ഞപ്പോൾ പൊത്തിഫേറിന് മനസ്സിലായി, യഹോവ ഈ ബാലകൻ്റെ കൂടെ ഉണ്ട്. അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രോസ്പെറസ് ആകുകയാണ്. ഏത് കാര്യങ്ങൾ ചെയ്താലും അവൻ വിജയിയായിത്തീരുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, യോസഫ് ഡിപ്രസ്ഡ് ആയിട്ടില്ല, നിരാശ വന്നിട്ടില്ല. ഇത്രയും വലിയ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയിട്ടും തൻ്റെ മനസ്സിന് കേട് വന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. കേടുള്ള ഒരു മനസ്സാണ് എങ്കിൽ മനസ്സിനകത്ത് ഡിപ്രഷനാകട്ടെ, പകയാകട്ടെ, കയ്പാകട്ടെ, സഹോദരന്മാരോട് വിരോധമാകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള ഒരു മനസ്സാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും യോസഫിന്
അവിടെ തൻ്റെ പ്രവൃത്തികളിൽ വിജയിയായി തീരുവാൻ കഴിയത്തില്ല. ഡിപ്രഷനുള്ളൊരു വ്യക്തിക്ക് എങ്ങനെ വിജയകരമാകുന്ന നിലയിൽ, മനോഹരമാകുന്ന നിലയിൽ വീട്ടുജോലി ചെയ്യുവാൻ കഴിയത്തില്ല. പൊത്തിഫേർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു മനോഹരതയുണ്ട്, ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു വേഗതയുണ്ട്, ഇവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കുന്നു. അയാൾക്ക് മനസ്സിലായി, ദൈവം എൻ്റെ കൂടെയുണ്ട്, യഹോവ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് തനിക്ക് ആ ഉത്തരവാദിത്തങ്ങളെല്ലാം, ആ വീടിൻ്റെ ചുമതല മുഴുവൻ, താക്കോല് മുഴുവൻ യോസഫിൻ്റെ കയ്യിൽ കൊടുത്തു. ഒരു മനുഷ്യനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരു അടിമയെ, ആ വീട്ടിൽ ഒത്തിരി ജോലിക്കാരുണ്ട്, ഇയാൾ വലിയ മനുഷ്യനല്ലേ, ഈ വീട്ടിൽ ഒരുപാട് ജോലിക്കാരുണ്ട്, അവരുടെ നടുവിൽ പൊടുന്നനവെ എങ്ങു നിന്നോ വന്ന ഒരു ബാലകൻ, അടിമയാകുന്ന ബാലകൻ പെട്ടെന്ന് ആ വീട്ടിലെ സ്റ്റുവാർഡ്, കാര്യസ്ഥനായി തീരുന്ന ആ വീടിൻ്റെ ഉടയവൻ്റെ താക്കോലുകൾ മുഴുവൻ തൻ്റെ കയ്യിൽ വരുന്ന നിലവാരത്തിലേക്ക് ഒരു ഉയർച്ച തനിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ യോസഫിൽ വെളിപ്പെട്ട ആ മൂല്യങ്ങൾ വളരെ വലുതായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഇങ്ങനെ പകയ്ക്കപ്പെട്ട, കൊള്ളയടിക്കപ്പെട്ട, ഭീഷണിക്ക് വിധേയപ്പെട്ട, പൊട്ടക്കിണറ്റിൽ വീഴ്ത്തപ്പെട്ട, 2 പ്രാവശ്യം വിൽക്കപ്പെട്ട ഒരു ബാലകൻ ഇപ്പോഴും ദൈവസാന്നിധ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായി തുടരുവാൻ കഴിയുമോ? നിങ്ങളുടെ ട്രയൽസിൻ്റെ നടുവിൽ കർത്താവിലുള്ള ആശ്രയം ഒരിക്കലും പോകരുത്. ദൈവസാന്നിധ്യത്തിൽ തന്നെ തുടരുവാൻ, ആത്മാവിൽ ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരുകയുള്ളൂ. ഇവിടെ പൊത്തിഫേറിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ താൻ വളരെ വേദനാജനകമാകുന്നൊരു സാഹചര്യത്തെ നേരിടുകയാണ്. താൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത തെറ്റ് തൻ്റെ മേൽ ആരോപിക്കപ്പെടുന്നു, ആരോപണ വിധേയനായി തീരുകയാണ്. പൊത്തിഫേറിൻ്റെ ഭാര്യ യോസഫിനെ കുറിച്ച് ആ വീട്ടിലെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ഒരു അഭിനയം നടത്തിയിട്ട്, ഒരു കരച്ചിലും നിലവിളിയും എല്ലാം നടത്തിയിട്ട് വേലക്കാരെല്ലാം ഓടി വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൊത്തിഫേർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു അഭിനയം സിനിമാ നടിമാരെക്കാട്ടിലും ക്ഷേമമായിട്ടങ്ങ് അഭിനയിക്കുകയാണ്. യോസഫ് അവളെ പീഡിപ്പിക്കാൻ വന്നു എന്ന്. ഇത് സ്ത്രീപീഡന കേസാണ്. ഇന്നത്തെ കാലത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഇന്നത്തെ ഭാഷ പറയുകയാണെങ്കിൽ സ്ത്രീപീഡന കേസാണ്. ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത തെറ്റ് തൻ്റെ മേൽ ആരോപിക്കപ്പെടുകയാണ്. ആരോപണ വിധേയനായത് ചെറിയ കാര്യത്തിനല്ല. ഇന്നത്തെ നിയമം അനുസരിച്ച് ജാമ്യമില്ലാ കുറ്റമാണ് താൻ ചെയ്തിരിക്കുന്നത്. ഫോൾസ്ലി അക്യൂസ്ഡ്, ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത തെറ്റിന് താൻ ആരോപണ വിധേയനായി, സ്ത്രീപീഡനത്തിന് താൻ ആരോപണ വിധേയനായിട്ട് താൻ തടവറയിൽ എത്തിച്ചേരുകയാണ്. നോക്കുക, ഇദ്ദേഹത്തിന് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ പ്രശ്നം മാറുന്നതേയില്ല. ഇയാൾ എവിടെ ചെന്നാലും ഇയാളുടെ തലയ്ക്ക് മുഴുവൻ ചുറ്റും പ്രശ്നങ്ങളാണ്. നമ്മൾ പറയത്തില്ലേ, എൻ്റെ പാസ്റ്ററേ, എൻ്റെ ജീവിതത്തിൽ മാത്രമാണിത്, എനിക്ക് ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നില്ല, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തീരാത്ത പ്രശ്നങ്ങളാണ് എന്ന് ചിലർ പറയാറില്ലേ. അല്ല, ഈ യോസഫിൻ്റെ അനുഭവം നിങ്ങൾ നോക്ക്. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ തീരുന്നുണ്ട്. 1, സഹോദരന്മാരെല്ലാം പകച്ചു. 2, ഇദ്ദേഹത്തിന് കൊള്ളയടിക്കപ്പെട്ടു. 3, ഇദ്ദേഹത്തിന് ഭീഷണിയെ നേരിടേണ്ടതായിട്ട് വന്നു. 4, ഇദ്ദേഹത്തെ പൊട്ടക്കിണറ്റിലിട്ടു. 5, ഇദ്ദേഹത്തെ 2 പ്രാവശ്യം വിറ്റു. ഇപ്പോൾ 6ാമത് ഇദ്ദേഹം ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത തെറ്റ് തൻ്റെ മേൽ ആരോപിക്കപ്പെടുകയാണ്. തീരുന്നുണ്ടോ പ്രശ്നം? അന്തമില്ലാത്ത പ്രശ്നങ്ങളാണ്. അങ്ങനെ അദ്ദേഹം തടവറയിൽ എത്തിച്ചേരുന്നപ്പോൾ 7ാമതായിട്ട് ഈ യൗവനക്കാരൻ താൻ തടവറയിലാക്കപ്പെടുകയാണ്. ആരോപണം കഴിഞ്ഞതിന് ശേഷം, തെറ്റായ ആരോപണം തനിക്ക് വിരോധമായി ഉന്നയിച്ചതിന് ശേഷം ഇപ്പോൾ ഇദ്ദേഹം തടവറയിലാകുകയാണ്. 7ാമത് തടവറ വെളിപ്പെടുകയാണ്. ഇനി ഈ മകൻ തടവറയിലെത്തിയപ്പോഴും അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഇദ്ദേഹത്തിന് ഇതുവരെ ഡിപ്രഷൻ കയറിയിട്ടില്ല. ഇദ്ദേഹത്തിന് ഇതുവരെ ആരോടും പകയില്ല, വിരോധവുമില്ല. ഇദ്ദേഹത്തിന് മനസ്സിന് കേട് സംഭവിച്ചിട്ടില്ല. തൻ്റെ ആത്മമനുഷ്യൻ ഇപ്പോഴും സജീവമാകുന്നു. തൻ്റെ മനസ്സിപ്പോഴും സൗഖ്യമുള്ളതാണ്. പ്രാണനിൽ മനസ്സ്, ചിന്തകൾ, വികാരങ്ങൾ, തീരുമാനങ്ങൾ ഇതെല്ലാം സൗഖ്യമുള്ളതാണ്. അതുകൊണ്ട് ഇദ്ദേഹം ആ തടവറയിൽ ഓവർസിയറായി തീർന്നു. തടവറയുടെ കാര്യങ്ങൾ നോക്കുവാൻ തക്കവണ്ണമായിട്ട് ആ തടവറയിൽ ചുമതലയുള്ള ആ വ്യക്തി ഇദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും തൻ്റെ പക്കൽ, യോസഫിൻ്റെ പക്കൽ ഏൽപ്പിക്കുകയാണ്.
തടവറയിൽ കിടക്കുകയാണ്. തടവറയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ രണ്ടുപേര് കടന്നു വരുന്നു. നമുക്കറിയാം, രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും കടന്നു വരികയാണ്. അവർ അതിനിടെ സ്വപ്നവും കണ്ടു. ഈ യോസഫ് ആദ്യം 2 സ്വപ്നങ്ങൾ കണ്ടതിന് ശേഷം പിന്നീട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. കാണുവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതിനിടയിൽ യോസഫിനൊരു ഗിഫ്റ്റ് ലഭിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുവാനുള്ള ഒരു ഗിഫ്റ്റ് ലഭിച്ചു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു വഴിത്തിരിവിനെ കൊണ്ടുവരുവാൻ തക്കവണ്ണം, നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ വേണ്ടി ഒരു വഴിത്തിരിവിനെ കൊണ്ടുവരുവാൻ തക്കവണ്ണമായിട്ട് ആ ഗിഫ്റ്റിനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. യോസഫിൽ അത് സംഭവിച്ചു. യോസഫിൽ സ്വപ്നവ്യാഖ്യാനം എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പാനപാത്രവാഹകനും അപ്പക്കാരനും അവർ വന്ന് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ, അവരുടെ സ്വപ്നം പങ്കുവച്ച സന്ദർഭത്തിൽ അതിനെ മനോഹരമായി വ്യാഖ്യാനിക്കുകയുണ്ടായി. വ്യാഖ്യാനിച്ചു എങ്കിലും 8ാമതായിട്ട് യോസഫ് അദ്ദേഹത്തെക്കുറിച്ച് ഈ പാനപാത്രവാഹകൻ മറന്നുപോയി. ഹി വാസ് ഫോർഗോട്ടൺ. ജോസഫിനെ കുറിച്ച് പാനപാത്രവാഹകൻ മറന്നുപോയി. നമ്മളെ ഓർക്കേണ്ട പലരും നമ്മളെ ഓർക്കത്തില്ല, അവരങ്ങ് മറന്നുപോകും. അവർ മറന്നു പോകുന്നതിൻ്റെ കാരണവും അതും നല്ലതാണ്. ഇദ്ദേഹം പോയ അന്ന് തന്നെ ഈ രാജാവിനോട് ഈ കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നില്ല. ഒരു പ്രത്യേക സമയത്ത് പരിശുദ്ധാത്മാവ് ഓർക്കേണ്ട സമയത്ത് പരിശുദ്ധാത്മാവ് ഈ പാനപാത്രവാഹകനെ കൊണ്ട് യോസഫിനെ കുറിച്ചുള്ള ആ ഓർമ്മ മടക്കിക്കൊണ്ടുവരികയുണ്ടായി. രാജാവ് സ്വപ്നം കണ്ട് രാജാവിന് അതിന് വ്യാഖ്യാനമില്ലാതെ വന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരാൽ ഫൊർഗോട്ടൺ, അവർ നിങ്ങളെ മറന്നുകളയും. നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യേണ്ടവർ, നിങ്ങളിൽ നിന്നൊരു നന്മ പ്രാപിച്ച് നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യേണ്ടവർ, അവർ നിങ്ങളെ മറന്നുപോയാലും കർത്താവിൽ തന്നെ ആശ്രയിക്കുക. നിങ്ങളുടെ സമയം വരും. ഈ തടവറയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. അത്ഭുതകരമായിട്ട് നിങ്ങൾ പുറത്തു വരും. യോസഫ്, ഹി വാസ് ഫൊർഗോട്ടൺ. അതിനുശേഷമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അദ്ദേഹം അവിടെ ഉയർത്തപ്പെട്ടു, കൊട്ടാരത്തിലെത്തി, രണ്ടാമനായി തീർന്നു എങ്കിൽ പോലും അവിടെ ഓർക്കണം, തൻ്റെ കുടുംബത്തിൽ നിന്ന്, സ്വന്തക്കാരിൽ നിന്ന് വേർപെട്ട് താൻ ജീവിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം തൻ്റെ സഹോദരന്മാർ തന്നെ തിരസ്കരിച്ച് തന്നെ വിറ്റുകളഞ്ഞ ആ സമയം മുതൽ തൻ്റെ കുടുംബക്കാരിൽ നിന്ന് ദൂരെ പാർക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് യോസഫിനുണ്ടായത്. തൻ്റെ പ്രിയപ്പെട്ടവർ, പപ്പായെ കാണാൻ കഴിയുന്നില്ല, മമ്മിയെ കാണാൻ കഴിയുന്നില്ല. മമ്മിയില്ല, തൻ്റെ അമ്മ മരിച്ചുപോയി. എന്നാൽ പോലും തൻ്റെ മാതാവ് ലേ ഉണ്ടല്ലോ, അവരെ ആരെയും കാണുവാൻ കഴിയുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ടവരെ കാണുവാൻ കഴിയുന്നില്ല. തൻ്റെ സഹോദരൻ ബെഞ്ചമിനെ കാണുവാൻ കഴിയുന്നില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കേണ്ടതായിട്ട് വന്നു. ഏറ്റവും അവസാനമായിട്ട് 10ാമതായിട്ട് യോസഫ് നേരിട്ട ഒരു ഭീമാകാരമാകുന്ന ട്രയലാണ്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയാണ്. ഏകനായിട്ട് മറ്റൊരു രാജ്യത്ത് പാർക്കേണ്ടതായിട്ട് വരികയാണ്. കൊട്ടാരത്തിൽ വലിയ ആളൊക്കെ ആയി, എന്നാൽ പോലും തൻ്റെ സ്വന്തം രാജ്യമാണോ? അല്ല. അന്നത്തെ കാലത്ത് സ്വന്തം രാജ്യം വിട്ട് ദൂരദേശത്ത് പാർക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏകനായിട്ട് മറ്റൊരു രാജ്യത്ത് പാർക്കേണ്ടതായിട്ട് വന്നു, ഒരു വിദേശ രാജ്യത്ത് പാർക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ 10 പ്രതിസന്ധികൾ, ഏകദേശം ഒരു 10 പ്രതിസന്ധികളിലൂടെ യോസഫ് കടന്നുപോയി എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 1, യോസഫ് പകയ്ക്കപ്പെടുകയുണ്ടായി. 2, യോസഫ് കൊള്ളയടിക്കപ്പെടുകയുണ്ടായി. 3, യോസഫ് ഭീഷണികളെ നേരിടുകയുണ്ടായി. 4, യോസഫ് പൊട്ടക്കിണറ്റിൽ വീഴുകയുണ്ടായി. 5, യോസഫ് 2 പ്രാവശ്യം വിൽക്കപ്പെടുകയുണ്ടായി. 6, ഈ യോസഫിനെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ആരോപണം ഉയർന്നു വരികയുണ്ടായി. 7, യോസഫ് തടവിലാക്കപ്പെടുകയുണ്ടായി. 8, യോസഫിനെ കുറിച്ച് മറ്റുള്ളവർ മറന്നുപോയി. 9, തൻ്റെ സ്വന്തക്കാരെ, പ്രിയപ്പെട്ടവരെ, അപ്പനെയും അമ്മയും സഹോദരന്മാരെയും വിട്ട് ദൂരദേശത്ത് പാർക്കേണ്ടതായിട്ട് വന്നു. 10ാമതായിട്ട് തനിയെ വേറൊരു രാജ്യത്ത് തനിക്കായിരിക്കേണ്ടതായിട്ട് വന്നു. ഈ 10 പ്രതിസന്ധികളിലൂടെ താൻ കടന്നുപോയി എങ്കിലും അതിൻ്റെ നടുവിൽ ദൈവത്തിലുള്ള അഗാധമാകുന്ന ആശ്രയവും വിശ്വാസവും, ദൈവത്തോട് ചേർന്നുള്ള, യഹോവയാകുന്ന ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതവും യോസഫ് നയിച്ചതിനാൽ തൻ്റെ സ്വപ്നം നിവർത്തീകരിക്കപ്പെട്ടു. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ പീഡനകാലത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നൊരു ദിവസം വെളിപ്പെടും. നിങ്ങളുടെ കറ്റ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മറ്റ് കറ്റകൾ വന്ന് നിങ്ങളെ നമസ്കരിക്കുന്ന സ്വപ്ന യാഥാർത്ഥീകരണം, സ്വപ്ന നിവർത്തീകരണം
സ്വപ്നം നിവർത്തീകരിക്കപ്പെടുന്ന ഒരു സുദിനം വെളിപ്പെടും. അതിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെസ്റ്റിനിയിൽ എത്തിയിട്ടില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, സ്വപ്നം കണ്ടു, സ്വപ്നം സ്വീകരിച്ചു, ഒരു ദർശനം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചു, ദൈവത്തിൽ നിന്ന് ഒരു വചനം സ്വീകരിച്ചു, കർത്താവാകുന്ന യേശു നിങ്ങളോട് സംസാരിച്ചു, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എവിടെ എത്തിച്ചേരുമെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു. എന്നാൽ അത് ഇതുവരെയും നിവർത്തീകരിക്കപ്പെടാതെ നിങ്ങൾ ഇതേപോലെയുള്ളൊരു ട്രയൽ സീസണിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ, ഒരു ഒരുക്കപ്പെടുന്ന സീസണിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ, ദൈവത്താൽ തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു ഡിലേ, ഒരു വൈകിപ്പിക്കൽ, ആ സമയത്തുകൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ അധൈര്യപ്പെടരുത്, പതറിപ്പോകരുത്, ദൈവാശ്രയം വിടരുത്, സ്വപ്നത്തെ ഉപേക്ഷിക്കരുത്. ആ സ്വപ്നം നിവൃത്തിയാകുമെന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരും. സ്വപ്ന നിവർത്തീകരണം സംഭവിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നല്ല സമയത്ത് അങ്ങയുടെ ജനത്തെ അങ്ങ് സ്പർശിക്കുന്നതിനായി സ്തോത്രം. അസാധാരണമാകുന്ന ദൈവകൃപകൾ ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ചൊരിയപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വിശേഷിച്ച് കർത്താവേ, വാഗ്ദാനങ്ങൾ ലഭിച്ചവർ, വാഗ്ദാന നിവർത്തീകരണം വൈകിപ്പോകുന്നു എന്നതിനെ ചൊല്ലി സംഘർഷങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഇപ്പോൾ അവർക്ക് വെളിപ്പെട്ട് കിട്ടട്ടെ. അവരുടെ മേൽ കർത്താവ് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിവർത്തീകരിക്കപ്പെടുവാൻ പോകുന്നു. തക്ക സമയത്ത് നിവർത്തീകരണം സംഭവിക്കുവാൻ പോകുന്നു. ആശ്രയിച്ച്, കർത്താവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ, തങ്ങൾ കണ്ട സ്വപ്നങ്ങൾ നിവർത്തീകരിക്കപ്പെടുമെന്നുള്ള ഉറപ്പിൽ മുന്നോട്ട് പോകുവാൻ ഈ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് വിരുദ്ധമായി നിൽക്കുന്ന സകല പ്രതികൂലങ്ങളെയും, പൈശാചിക ശക്തികളെയും, പീഡിപ്പിക്കുന്ന ശക്തികളെയും യേശുവിൻ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഈ നിമിഷത്തിൽ തന്നെ അത്ഭുത സ്പർശനം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ സംഭവിക്കട്ടെ. രോഗികൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ അസ്ഥി സംബന്ധമാകുന്ന രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മുഖവുമായി ബന്ധപ്പെട്ട് ആരുടെയോ മുഖം കോടിപ്പോകുന്നത് പോലെയുള്ള ഒരു ബുദ്ധിമുട്ട്, നെർവ്സിന് വന്നിരിക്കുന്ന കേടുകൾ മുഖാന്തരമുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്ട്രോക്ക് മൂലം വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രെയിൻ സെൽസുകൾ സൗഖ്യമാകട്ടെ. നാഡീ ഞരമ്പുകൾ സൗഖ്യമാകട്ടെ. രക്തധമനികളിലൂടെയുള്ള രക്ത ഓട്ടം സാധാരണ നിലയിലായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ വിടുതലുകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചില യാത്രകൾ ആമേൻ മറ്റു രാജ്യങ്ങളിലേക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ, ആ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി ശ്രമം നടത്തി പരാജിതരായിരിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി സ്രോതസ്സുകളെ തുറന്നു കൊടുക്കണം, സ്രോതസ്സുകളെ തുറന്നു കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം, ഷെയർ ചെയ്യണം. മാത്രവുമല്ല, ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.